ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ കേവലം ആകാശവിസ്മയങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും നിർണായകമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന അതിശക്തമായ ഊർജ്ജപ്രവാഹങ്ങളുടെ സമയമാണ്. 2025 സെപ്റ്റംബർ 7 രാത്രി ആരംഭിച്ച് സെപ്റ്റംബർ 8 പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം അത്തരത്തിലൊന്നു തന്നെയാണ്. ഇന്ത്യയിലുടനീളം ദൃശ്യമാകുന്ന ഈ രക്തചന്ദ്രൻ ജ്യോതിഷപരമായി വലിയ പ്രാധാന്യമർഹിക്കുന്നു. കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്. രാഹു, കേതുക്കൾ, ശനി, വ്യാഴം തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ ഗ്രഹണത്തെ കൂടുതൽ സവിശേഷമാക്കുന്നു. ഈ വീഡിയോയിൽ 2025 സെപ്റ്റംബർ 7 ചന്ദ്രഗ്രഹണത്തിന്റെ ജ്യോതിഷപരമായ പശ്ചാത്തലം, പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ സവിശേഷതകൾ, ഗ്രഹണ സമയത്തെ ഗ്രഹനില, ഓരോ രാശിയിലും ജനിച്ചവർക്ക് ഈ ഗ്രഹണം എങ്ങനെ ബലം ചെയ്യും, ഗ്രഹണ സമയത്ത് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ഒഴിവാക്കേണ്ടവ, ദോഷപരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. ശാസ്ത്രീയമായി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന സൂര്യരശ്മി ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചുവന്ന നിറം കൈവരിക്കുന്നതിനാലാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ രക്തചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ വൈദിക ജ്യോതിഷം ഇതിനാഴത്തിലുള്ള ഒരു മാനം നൽകുന്നു. പാലാഴി മദനവുമായി ബന്ധപ്പെട്ട പുരാണ കഥയാണ് ഗ്രഹങ്ങളുടെ അടിസ്ഥാനം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ അമൃത് ലഭിച്ചു. മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ ദേവന്മാർക്ക് മാത്രം അമൃത് വിതരണം ചെയ്യുന്ന സമയത്ത് സ്വരഭാനു എന്ന അസുരൻ വേഷം മാറി ദേവന്മാർക്കിടയിലിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ സൂര്യനും ചന്ദ്രനും മഹാവിഷ്ണുവിനെ വിവരമറിയിച്ചു. അമൃത് കഴിച്ച സുരഭാനുവിന്റെ തല മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് ഉടലിൽ നിന്ന് വേർപെടുത്തി. അമൃത് കഴിച്ചതിനാൽ തലയും ഉടലും അമരത്വം നേടി. ശിരസ് രാഹുവെന്നും ഉടൽ കേതുവെന്നും അറിയപ്പെട്ടു. തങ്ങളെ ഒറ്റുകൊടുത്ത സൂര്യനോടും ചന്ദ്രനോടുമുള്ള അടങ്ങാത്ത പക നിമിത്തം രാഹുവും കേതുവും അവരെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതാണ് ഗ്രഹണങ്ങളെന്നാണ് ജ്യോതിഷത്തിലെ വിശ്വാസം. ഈ ഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രധാനമാണ്. ഗ്രഹണം തുടങ്ങുന്നതിന് 9 മണിക്കൂർ മുൻപ് ആരംഭിക്കുന്ന സൂതക കാലം എന്ന അശുഭകരമായ സമയത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. 2025 സെപ്റ്റംബർ 7 ഉച്ചയ്ക്ക് 12:57 സൂതക കാലം ആരംഭിക്കും. ഈ ചന്ദ്രഗ്രഹണത്തിന്റെ ആഴത്തിലുള്ള ഫലങ്ങൾ മനസ്സിലാക്കാൻ അത് സംഭവിക്കുന്ന രാശിയെയും നക്ഷത്രത്തെയും വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശനി അധിപനായുള്ള വായു തത്വ രാശിയാണ് കുംഭം. മനുഷ്യത്വം, സാമൂഹിക ബോധം, കൂട്ടായ്മ, പുതിയ ആശയങ്ങൾ, ശാസ്ത്രീയ ചിന്തകൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ എന്നിവ കുംഭം രാശിയുടെ സവിശേഷതകളാണ്. എന്നാൽ അതേസമയം വൈകാരികമായ അകൽച്ച, പിടിവാശി തുടങ്ങിയ സ്വഭാവങ്ങളും ഈ രാശിക്കുണ്ട്. മനസ്സിന്റെയും വികാരങ്ങളുടെയും കാരകനായ ചന്ദ്രന് കുംഭം രാശിയിൽ ഗ്രഹണം സംഭവിക്കുന്നത് വ്യക്തികളുടെ സാമൂഹിക ബന്ധങ്ങളിലും ലക്ഷ്യങ്ങളിലും കൂട്ടായ്മകളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പഴയ സൗഹൃദങ്ങളും ബന്ധങ്ങളും പുനഃപരിശോധിക്കാനും പുതിയവയ്ക്ക് തുടക്കമിടാനും ഈ സമയം പ്രേരിപ്പിക്കും. സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ജ്യോതിഷത്തിലെ 25ാമത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതി. വ്യാഴമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. മുൻഭാഗത്തെ അനുഗ്രഹീതമായ പാദങ്ങൾ എന്നാണ് ഈ പേരിനർത്ഥം. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ പ്രതീകങ്ങളും ദേവതയും അത്ര സൗമ്യമല്ല. ഒരു ശവമഞ്ചത്തിന്റെ മുൻഭാഗത്തെ കാലുകൾ, വാൾ, ഇരട്ട മുഖമുള്ള മനുഷ്യൻ എന്നിവയാണ് പൂരുരുട്ടാതിയുടെ പ്രതീകങ്ങൾ. ഇത് ജീവിതത്തിന്റെ ക്ഷണികത, പഴയതിന് അവസാനിപ്പിക്കൽ, ദ്വന്ദ്ഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഒറ്റക്കാലിൽ നിൽക്കുന്ന ആട്, ഇത് ശിവന്റെ ഉഗ്രരൂപമായ രുദ്രന്റെ ഒരു ഭാവമാണ്. കഠിനമായ തപസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, ഉഗ്രമായ ഊർജം, ശുദ്ധീകരണം എന്നിവയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഈ നക്ഷത്രത്തിൽ സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണം ജീവിതത്തിൽ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. ആവശ്യമില്ലാത്തതിനെയും നമ്മെ പിന്നോട്ട് വലിക്കുന്നതിനെയും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഈ ഗ്രഹണത്തിന്റെ ഊർജം നമ്മെ നിർബന്ധിതരാക്കും. ആത്മീയമായ ഉണർവിനും ഉയർന്ന തലത്തിലുള്ള ചിന്തകൾക്കും ഇത് വഴിയൊരുക്കും. മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ നിഴൽ ഗ്രഹവും ഭ്രമങ്ങളുടെയും ഭൗതിക ആഗ്രഹങ്ങളുടെയും കാരകനായ രാഹുവിനോട് ചേരുന്നത് വൈകാരികമായ അനിശ്ചിതത്വങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും തീവ്രമായ ചിന്തകൾക്കും കാരണമാകും. കർമ്മപരമായ പല സംഭവങ്ങൾക്കും ഇത് തുടക്കമിടും. ആത്മാവിന്റെയും അഹന്തയുടെയും കാരകനായ സൂര്യൻ മോക്ഷകാരകനും വേർപാടിന്റെ ഗ്രഹവുമായ കേതുവിനോട് ചേരുന്നത് അഹംഭാവം വെടിയാനും ആത്മീയമായ ഉൾക്കാഴ്ച നേടാനും സഹായിക്കും. ആശയവിനിമയത്തിന്റെ ഗ്രഹമായ ബുധന്റെ സാന്നിധ്യം ഈ ആത്മീയ ചിന്തകൾ പ്രകടിപ്പിക്കാൻ സഹായിക്കും. ഈ ഗ്രഹണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും ആശ്വാസവും ഇതാണ്. ദേവഗുരുവായ വ്യാഴം രാഹുവിനെ അതേ ഡിഗ്രിയിൽ ദൃഷ്ടി ചെയ്യുന്നു. ഇത് രാഹുവിന്റെ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും അതിന്റെ ഊർജത്തെ ക്രിയാത്മകമായ കാര്യങ്ങൾക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ആത്മീയ പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കും. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭിക്കാൻ ഈ യോഗം സഹായിക്കും. കർമ്മകാരകനായ ശനി വക്രഗതിയിൽ തൊട്ടടുത്ത രാശിയായ മീനത്തിൽ നിൽക്കുന്നത് കുംഭം രാശിയുടെ ബലങ്ങളും നൽകും. ഇത് ചന്ദ്രരാഹു യോഗത്തിന്റെ ബലങ്ങളെ കൂടുതൽ തീവ്രമാക്കും. കർമ്മപരമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ അച്ചടക്കത്തെക്കുറിച്ചും ഈ ഗ്രഹണം നമ്മെ ഓർമ്മിപ്പിക്കും. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം.
മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക. നിങ്ങളുടെ 11ാം ഭാവമായ ലാഭസ്ഥാനത്താണ് ഗ്രഹണം നടക്കുന്നത്. ഇത് നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും ദീർഘകാല ലക്ഷ്യങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചില സുഹൃത്തുക്കളുമായി അകലാനും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ വരാം. എന്നാൽ വ്യാഴത്തിന്റെ സ്വാധീനം പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു തരും. ജ്യേഷ്ഠ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക, രോഹിണി, മകയിരം. നിങ്ങളുടെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്താണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഇത് തൊഴിൽപരമായി വളരെ നിർണായകമായ സമയമാണ്. ജോലിയിൽ മാറ്റങ്ങൾ, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യം എന്നിവ വരാം. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമല്ല. ക്ഷമയോടെ കാത്തിരിക്കുക. മിഥുനം രാശി മകയിരം, തിരുവാതിര, പുണർദം. നിങ്ങളുടെ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് ഗ്രഹണം. ഇത് നിങ്ങളുടെ വിശ്വാസങ്ങളിലും ആത്മീയ ചിന്തകളിലും ഉന്നത വിദ്യാഭ്യാസത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും. പിതാവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ദൂരയാത്രകൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ നേരിടാം. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത സ്ഥിതി വരാം. ഗുരുക്കന്മാരുടെയോ പിതൃതുല്യരായ വ്യക്തികളുടെയോ ഉപദേശം തേടുന്നത് നല്ലതാണ്. കർക്കിടകം രാശി പുണർദം, പൂയം, ആയില്യം. നിങ്ങളുടെ 8ാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. ഇത് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാകുന്ന ഒരു സമയമാണ്. പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കുകച്ചവടം, ഇൻഷുറൻസ്, അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് പഴയ രോഗങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്കും ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുന്നതിനും ഇത് നല്ല സമയമാണ്. ചിങ്ങം രാശി മകം, പൂരം, ഉത്രം. നിങ്ങളുടെ 7ാം ഭാവമായ ദാമ്പത്യം, പങ്കാളിത്തം എന്നീ മേഖലകളിലാണ് ഗ്രഹണം. ഇത് വിവാഹത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാകാനോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാനോ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. അഹംഭാവം കുറച്ച് ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം. കന്നിരാശി ഉത്രം, അത്തം, ചിത്തിര. നിങ്ങളുടെ 6ാം ഭാവമായ രോഗശത്രു സ്ഥാനത്താണ് ഗ്രഹണം. ഇത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയമാണ്. പഴയ രോഗങ്ങൾ വീണ്ടും വരാം. ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാവാം. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കുക. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കാൻ കഠിനാധ്വാനം വേണ്ടിവരും. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം. നിങ്ങളുടെ 5ാം ഭാവമായ സന്താനസ്ഥാനത്തും പ്രണയകാര്യങ്ങളിലും ക്രിയേറ്റിവിറ്റിയിലും ഗ്രഹണം സ്വാധീനം ചെലുത്തും. കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഊഹക്കച്ചവടം, ലോട്ടറി തുടങ്ങിയവയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. വലിയ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടാം. വൃശ്ചികം രാശി വിശാഖം, അനിഴം, തൃക്കേട്ട. നിങ്ങളുടെ 4ാം ഭാവമായ മാതൃസ്ഥാനത്തും കുടുംബം, വീട്, വാഹനം എന്നീ മേഖലകളിലുമാണ് ഗ്രഹണം. ഇത് കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾക്ക് കാരണമാകും. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. വീട് മാറ്റത്തിനോ നിലവിലുള്ള വീട്ടിൽ അറ്റകുറ്റപ്പണികൾക്കോ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക. മാനസികമായ ഒരുതരം അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും അനുഭവപ്പെടാം. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം. നിങ്ങളുടെ 3ാം ഭാവമായ സഹോദര സ്ഥാനത്തും ധൈര്യം, ആശയവിനിമയം എന്നീ മേഖലകളിലുമാണ് ഗ്രഹണം. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചെറിയ യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. എഴുത്ത്, മാധ്യമപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ധൈര്യം കൈവിടാതിരിക്കാൻ ശ്രമിക്കുക. മകരം രാശി ഉത്രാടം, തിരുവോണം, അവിട്ടം. നിങ്ങളുടെ 2ാം ഭാവമായ ധനസ്ഥാനത്തും കുടുംബം, സംസാരം എന്നീ മേഖലകളിലുമാണ് ഗ്രഹണം. സാമ്പത്തികമായി വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കുടുംബത്തിൽ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. നേത്രരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം, ചതയം, പൂരുരുട്ടാതി. നിങ്ങളുടെ 1ാം ഭാവമായ ലഗ്നത്തിൽ തന്നെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഇത് നിങ്ങളെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഒരു തരം ദിശാബോധമില്ലായ്മയും ആശയക്കുഴപ്പവും അനുഭവപ്പെടാം. എന്നാൽ ആത്മപരിശോധന നടത്താനും പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായി മാറാനും ഈ ഗ്രഹണം നിങ്ങളെ സഹായിക്കും. മീനം രാശി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. നിങ്ങളുടെ 12ാം ഭാവമായ നഷ്ടസ്ഥാനത്തും ആശുപത്രിവാസം, ദൂരയാത്രകൾ, മോക്ഷം എന്നീ മേഖലകളിലുമാണ് ഗ്രഹണം. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
ആരോഗ്യകരമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം. വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാം. ധ്യാനം, യോഗ തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്നത് മാനസികമായി ശക്തി നൽകും. ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും അതിന്റെ ഊർജത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗ്രഹണത്തിന് മുൻപും ശേഷവും കുളിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഗ്രഹണ സമയത്ത് മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം, ഓം നമഃശിവായ, ഗായത്രി മന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ധ്യാനത്തിനും ആത്മപരിശോധനയ്ക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഗ്രഹണശേഷം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചന്ദ്രന്റെ പ്രീതിക്കായി വെളുത്ത വസ്ത്രങ്ങൾ, അരി, പാൽ, പഞ്ചസാര തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. പുരാണങ്ങളോ മറ്റു വിശുദ്ധ ഗ്രന്ഥങ്ങളോ വായിക്കുന്നത് മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കും. ഗ്രഹണ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ഒഴിവാക്കുക. സൂതകം തുടങ്ങുന്നതിന് മുൻപ് തയ്യാറാക്കിയ ഭക്ഷണത്തിൽ തുളസിയില ഇട്ട് വെക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഗ്രഹണ സമയത്ത് ഉറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ജ്യോതിഷം നിർദ്ദേശിക്കുന്നു. ഗ്രഹണത്തിന്റെ രശ്മികൾ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കത്തി, കത്രിക തുടങ്ങിയ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക തുടങ്ങിയ ശുഭകാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും ഗ്രഹണ ദിവസം അതിനോടടുത്ത ദിവസങ്ങളും ഒഴിവാക്കുന്നതാണ് ഉചിതം. ജ്യോതിഷപരമായി ഗ്രഹണ സമയത്ത് ഗർഭിണികൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. ഗ്രഹണ സമയത്ത് വീടിന് പുറത്തിറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത്. 2025 സെപ്റ്റംബർ 7 സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഭയപ്പെടേണ്ട ഒരു പ്രതിഭാസമല്ല, മറിച്ച് ആത്മീയമായ വളർച്ചയ്ക്കും ജീവിതത്തിലെ ശുദ്ധീകരണത്തിലും വേണ്ടിയുള്ള ഒരു അവസരമാണ്. കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സംഭവിക്കുന്ന ഈ ഗ്രഹണം പഴയതും ആവശ്യമില്ലാത്തതുമായ ശീലങ്ങളെയും ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് പുതിയൊരു തുടക്കത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. രാഹുവിന്റെ തീവ്രതയും ശനിയുടെ കാർക്കശ്യവും ചില വെല്ലുവിളികൾ ഉയർത്താമെങ്കിലും വ്യാഴത്തിന്റെ ദൈവികമായ ഇടപെടൽ ശരിയായ പാതയിലേക്ക് നമ്മെ നയിക്കും. ഓരോ രാശിക്കാരും അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പൊതുവായ അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിലൂടെ ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും അതിന്റെ പോസിറ്റീവ് ഊർജത്തെ ജീവിതത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കാനും സാധിക്കും. ഈ ഗ്രഹണകാലം ആത്മപരിശോധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആന്തരിക ശുദ്ധീകരണത്തിനുമായി വിനിയോഗിക്കുക. അത് ജീവിതത്തിൽ പുതിയ വെളിച്ചവും ദിശാബോധവും നൽകുമെന്ന് നിസ്സംശയം പറയാം.